ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ ഭാഗ്യവചനധാരയിലെ ശ്രോതാക്കളായ എല്ലാവർക്കും ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിപ്പീനെന്ന് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് അല്പസമയത്തെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നല്ല ശമരിയാക്കാരൻ്റെ ഉപമയാണ്. ഇത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. ഒരു ന്യായശാസ്ത്രി യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനെ പരീക്ഷിക്കുവാനായി ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ഞാൻ നിത്യജീവന് അവകാശിയാകുവാൻ എന്ത് ചെയ്യണം? യേശു ന്യായശാസ്ത്രിയോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. രണ്ടാമതായി അവൻ യേശുവിനോട് ചോദിക്കുകയാണ്. അവൻ തന്നെ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട്, എൻ്റെ കൂട്ടുകാരനാര് എന്ന് ചോദിച്ചതിന് യേശു പറഞ്ഞ ഉത്തരമാണ് നല്ല ശമരിയാക്കാരൻ്റെ ഉപമ. ഈ ഉപമ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 35 വരെയുള്ള ഭാഗത്ത് മാത്രമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഭാഗം വായിച്ച് പഠിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള തിരുവചന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ മനുഷ്യരെക്കുറിച്ചുള്ള രക്ഷാകര പദ്ധതിയുടെ സംക്ഷിപ്ത രൂപമാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. പിതാവായ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ ദൈവം അവനെ അനുഗ്രഹിച്ചു. എന്നാൽ സാത്താൻ്റെ തന്ത്രപരമായ വാക്കുകളിൽ കുടുങ്ങി ദൈവവചനം അനുസരിക്കാതെ സാത്താൻ്റെ വചനം അനുസരിച്ചതിൻ്റെ ഫലമായി ദൈവത്തിൻ്റെ നഗരമായ വിശുദ്ധ നഗരമായ ജെറുസലേമിൽ നിന്ന് ഭൂമിയിലേക്കുള്ള എരിയോവിലേക്ക് യാത്രയായി. യാത്രാവേളയിൽ സാത്താൻ്റെ കൂട്ടാളികളാൽ പിടിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് ദുഃഖങ്ങൾ അനുഭവിച്ച് മരണത്തിന് അടിമകളായി ജീവിക്കേണ്ടി വന്ന മനുഷ്യനെ രക്ഷിക്കുന്നതിനായി സ്വർഗത്തിലെ ദൈവം പുരോഹിതന്മാരിലൂടെ അവരെ ദൈവരാജ്യത്തിൻ്റെ അവകാശികളാക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അവരത് കൂട്ടാക്കിയില്ല. പിന്നീട് ദൈവം ലേവ്യ പ്രവാചകന്മാരെ അയച്ചു. അവരെയും മനുഷ്യവർഗം കൂട്ടാക്കിയില്ല. 2 ദിനവൃത്താന്തം 24-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവരെ യഹോവയിങ്കിലേക്ക് തിരിച്ചു വരുത്തുവാൻ അവൻ പ്രവാചകന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. അവർ അവരോട് സാക്ഷീകരിച്ചു, എങ്കിലും അവർ ചെവി കൊടുത്തില്ല. അവസാനമായി പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. ഈ ഭാഗമാണ് ശമരിയാക്കാരനായി യേശു ചിത്രീകരിച്ചത്. പുത്രനായ യേശു തൻ്റെ രക്തമാകുന്ന വീഞ്ഞുകൊണ്ട് മരണാസന്നനായി കിടക്കുന്ന മനുഷ്യനെ കഴുകി വിശുദ്ധീകരിച്ച് പാപബന്ധനങ്ങളിൽ നിന്ന് മോചനം നൽകി സന്തോഷത്തോടുകൂടി ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശന മാർഗം തുറന്നുകൊടുത്തു. അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി സത്രം ഉടമസ്ഥനായ പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഏൽപ്പിച്ചു. ഞാൻ വീണ്ടും വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ ക്രമീകരിക്കാമെന്നുള്ള വാഗ്ദാനത്തോടു കൂടി യേശുക്രിസ്തു പോകുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള തിരുവചന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ മനുഷ്യരോടുള്ള അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെ രക്ഷാകര പദ്ധതിയാണ് നല്ല ശമരിയാക്കാരൻ്റെ ഉപമയിലൂടെ യേശുക്രിസ്തു ന്യായശാസ്ത്രിയിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. ന്യായശാസ്ത്രിയോട് യേശു ചോദിച്ചു, ഇതിലാരാണ് നല്ല അയൽക്കാരനായി അംഗീകരിക്കുവാൻ സാധിക്കുന്നത്? അവനോട് കരുണ കാണിച്ചവൻ തന്നെ എന്ന് ന്യായശാസ്ത്രി പറഞ്ഞു.
യേശു പറഞ്ഞു, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുവിൻ. പ്രിയമുള്ളവരെ, ഈ ഉപമയിലൂടെ യേശുക്രിസ്തു നമ്മൾ ഓരോരുത്തരും ആ നല്ല അയൽക്കാരനും ആ നല്ല ശമരിയാക്കാരനുമായ യേശുക്രിസ്തുവിനെ പോലെ എല്ലാവരോടും കരുണ കാണിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണയിൽ ജീവിച്ച് എല്ലാവരെയും ദൈവരാജ്യത്തിന് അവകാശികൾ ആക്കുന്ന വിധത്തിൽ ആത്മീയ ചൈതന്യമുള്ളവരായി യേശുവിൻ്റെ ശിഷ്യന്മാരായി ജീവിക്കുവാൻ യേശു നമ്മളോട് ഓരോരുത്തരോടും ആഹ്വാനം ചെയ്തുകൊണ്ട് നല്ല ശമരിയാക്കാരൻ്റെ ഈ ഉപമ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.